God is truth. God is truth. ദൈവം സത്യമാകുന്നു. സത്യമായിട്ട് ദൈവം മുൻപാകെ വരുന്ന ഏവർക്കും ദൈവം ഏറ്റവും സമീപസ്ഥനാണ്. If you have come to God in truth today, He is near you, by your side. If you have come to God in truth today, you will experience Him in your life. നിങ്ങൾ ദൈവം മുൻപാകെ സത്യത്തോടെ ഇന്ന് വന്നിരിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ നിങ്ങൾ ഇന്ന് രുചിച്ചറിയും, ദൈവത്തെ നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. ദൈവം സത്യമാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ പറയുന്നത്, Yet a time is coming and has now come when the true worshippers will worship the Father in spirit and in truth. For they are the kind of worshippers that God seeks. For God is spirit, and those who worship Him must worship Him in spirit and in truth. ദൈവത്തെ ആരാധിക്കുന്നവർ അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ദൈവം മുൻപാകെ സത്യത്തോടെ വരുന്നവർ, ദൈവം മുൻപാകെ തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇനി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ മുൻപാകെ തുറക്കുന്നു. സത്യമായിട്ട് അങ്ങേ അന്വേഷിക്കുന്നവരെ അങ്ങയോട് അടുപ്പിച്ച് അങ്ങയെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇനി ഞങ്ങളെ പൂർണ്ണമായിട്ട് ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ, ഞങ്ങളെ അങ്ങ് സ്പർശിക്കണമേ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണ നിയന്ത്രണം തരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവമക്കളുടെ മധ്യേ ഒരിക്കൽ കൂടിയായിരിക്കുവാൻ ദൈവം തരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, ബട്ട് മൈ ഹാർട്ട് ഈസ് റിയലി ഫിൽഡ് വിത്ത് ജോയ് ടുഡേ. എൻ്റെ ഹൃദയം ദൈവസന്തോഷത്താൽ വളരെ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ദൈവ മക്കളുടെ മധ്യേ ദൈവസഭയിൽ വന്ന് ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവമക്കളോട് കൂടി ആയിരിക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനായിട്ട് വളരെ നന്ദി കരേറ്റുന്നു. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഈ ചർച്ചിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന സമയം എനിക്ക് വളരെ പ്രയാസമുള്ള സമയമാണ്. ബിക്കോസ് യു ആർ മൈ ഫാമിലി. നമ്മളെ ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൂരത്തായിരിക്കുമ്പോൾ വളരെ വേഗം അടുത്ത് എത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ന് ദൈവം ഇടയാക്കിയിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ മക്കളാക്കിയിരിക്കുന്ന ദൈവജനമാണ്. നാം വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വാക്യങ്ങളിൽ പറഞ്ഞതാണ്. നിക്കോദിമസ് എന്ന് പറയുന്ന വ്യക്തിയോട്, ഒരു പരീശനോട്, ദേവാലയത്തിലൊക്കെ പോവുകയും മോശയുടെ കൽപ്പനകൾ അനുസരിച്ച് എല്ലാ ആചാരങ്ങളും ഒക്കെയും പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമസ്. എന്നാൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനോട് യേശു വെളിപ്പെടുത്തിയത് എന്താണ്? യേശു പറഞ്ഞത്, വീണ്ടും ജനിച്ചിട്ടല്ലാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയോ സ്വർഗരാജ്യം കാണുകയോ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. Jesus said to Nicodemus, unless you are born again, you cannot see the kingdom of God. Hallelujah. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയോ പ്രവേശിക്കുവാനോ കഴിയുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ മാത്രം പോരാ, നാം വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരമുണ്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായിട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നത്. അല്ലാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ എന്തും കാണിച്ച് പാപത്തിൽ ജീവിച്ച്
സ്വർഗരാജ്യം പ്രാപിക്കുവാൻ പോകുന്നില്ല അങ്ങനെയുള്ളവർ. എന്നാൽ യേശുവിൻ്റെ മുൻപാകെ വന്ന്, കർത്താവേ, ഞാൻ അനുതപിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങേ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ നാഥനായിട്ട്, എൻ്റെ കർത്താവായിട്ട് ഇന്ന് മുതൽ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന സഭയിലിരിക്കുന്ന ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസികളായവരാണെന്ന്. എന്നാൽ ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സംതൃപ്തരാണോ? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് വെയർ യു ആർ ആസ് എ ബിലീവർ? ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ സംതൃപ്തരാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ഒരു അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആയിരിക്കുന്ന വളർച്ച, ഇതിനെപ്പറ്റി നമ്മൾ സംതൃപ്തരാണോ? അതോ ഇതിനേക്കാളും എന്തെങ്കിലും കൂടുതലുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? ആർ യു ഫീലിംഗ്, ലോർഡ്, ഈസ് ദെയർ സംതിങ് മോർ ദാൻ ദിസ്? അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ? യഥാർത്ഥമായിട്ട് തോന്നണം. We should never be satisfied with where we are spiritually. നമ്മൾ ആത്മീയമായിട്ട് എവിടെ ആയിരിക്കുന്നോ അതിൽ നമ്മൾ സംതൃപ്തരാകരുത്. എപ്പോഴും ഉള്ളിലൊരു ചിന്തയുണ്ടാവണം, കർത്താവേ, ദൈവത്തോടൊരു വാഞ്ച, ദൈവത്തോടൊരു അന്വേഷണം, ദൈവമേ, ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഇനിയും ഞാൻ പ്രാപിക്കുവാൻ, ഇനിയും ഞാൻ അറിയുവാൻ. അല്ലാതെ നമ്മൾ യഥാർത്ഥമായിട്ട് ഞാനെല്ലാം അനുഭവിച്ചു, ഞാനെല്ലാം അറിഞ്ഞു, ഇനിയും എനിക്ക് കൂടുതലൊന്നും പ്രാപിക്കാനില്ല ആത്മീയമായിട്ട്, കർത്താവ് വരുമ്പോൾ അങ്ങ് പോയാൽ മതി, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ദൈവത്തിനൊന്നും വെളിപ്പെടുത്തുവാനില്ല. അതിന് പകരം ഓരോ ദിവസവും, ദൈവമേ, ഇന്നലെ ഞാൻ അങ്ങേ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ, ഇന്ന് ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ നാളെ ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു, ആത്മീയമായിട്ടുള്ളതിലേക്ക് ഞാൻ കൂടുതൽ വളരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവം തന്നെത്താൻ കൂടുതൽ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് 45-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, 3-ാം വാക്യത്തിൽ പറയുന്നു, ഐസയ 45:3, ദൈവം പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ ദൈവമായ യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഐ വിൽ ഗിവ് യു ഹിഡൻ ട്രഷേഴ്സ്, റിച്ചസ് സ്റ്റോർഡ് ഇൻ സീക്രട്ട് പ്ലേസസ്. ഇന്ന് വിശ്വാസികളായ നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവമേ, റിവീൽ ടു മീ ദ ഹിഡൻ ട്രൂത്ത്സ് ഓഫ് യുവേഴ്സ് ലോർഡ്, ദ ഹിഡൻ ട്രഷേഴ്സ്, ദ ഹിഡൻ സീക്രട്സ്. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ, വിശ്വാസികൾ, നമ്മൾ കേൾക്കുന്നത് അല്ലെ നമ്മൾ കണ്ടത്, ഇതുകൊണ്ടൊക്കെ നമ്മൾ സംതൃപ്തരായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. There is a dullness in the church today, in the body of Christ. ഇന്ന് ദൈവസഭയിൽ ഒരു ഉണർവില്ല. ദൈവമക്കൾ എല്ലാവരും ഞായറാഴ്ച വരുന്നു, കേൾക്കുന്നു, പോകുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ദൈവത്തോടുള്ള ഒരു അന്വേഷണം, ഒരു വാഞ്ച. വചനം പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. വീട്ടിൽ പൊറോട്ട, ബീഫ് കറി, അതിനായിട്ടൊക്കെ വിശന്ന് ദാഹിക്കുന്നവർക്ക് അപ്പനും അമ്മയും തരും. അതുപോലെ ആത്മീയമായിട്ടൊരു വിശപ്പുണ്ടോ? നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഭക്ഷണത്തിനായിട്ട് വിശന്ന് ദാഹിക്കുന്നത് പോലെ ആത്മീയമായിട്ടൊരു വിശപ്പും ഒരു ദാഹവും ഉണ്ടാകണം. അവർക്ക് ദൈവം തൃപ്തി വരുത്തും. ഹല്ലേലൂയ. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരുമെന്ന്. So to the one who seeks, God is willing to reveal the hidden secrets. അതെല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. Your spiritual hunger determines where you are with God. ഇന്ന് നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള വിശപ്പാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ദൈവവുമായിട്ട് എവിടെയാണെന്നുള്ളത്. ഇന്നലത്തെ വിശപ്പല്ല,
ഇന്നലത്തെ ദാഹമല്ല, ഇന്നത്തെ വിശപ്പ്, ഇന്നത്തെ ദാഹം. അതാണ് തീരുമാനിക്കുന്നത് ആത്മീയമായിട്ട് നമ്മൾ ദൈവവുമായിട്ട് എവിടെയാണെന്നുള്ളത്. എനിക്കൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാനും അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം ഇന്ന് എന്താണ്, അതാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ യഥാർത്ഥമായിട്ട് ഞങ്ങളുടെ ബന്ധം എന്താണെന്ന്. അല്ലാതെ 2 വർഷം മുമ്പോ 5 വർഷം മുമ്പോ എങ്ങനെയായിരുന്നു, അതല്ല. ഇന്ന് വേർ ഇസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഫാമിലി. അതുപോലെ ദൈവവുമായിട്ടുള്ളതും ബന്ധവും തീരുമാനിക്കുന്നത് അതാണ്. ഇന്ന് നാം ദൈവത്തോടു കൂടെ എവിടെയാണ്? ആർ യു ഹംഗ്രി ടു നോ ഹിം ടുഡേ? ഇന്ന് ദൈവത്തെ കൂടുതൽ അറിയുവാൻ നമുക്കൊരു വാഞ്ചയുണ്ടോ? കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ, അനുഭവിക്കുവാൻ ഒരാഗ്രഹമുണ്ടോ? അതാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആത്മീയമായിട്ട് എവിടെയാണെന്നുള്ളത്. അല്ലാതെ 5 വർഷം മുമ്പ് ഞാൻ ഇത് ചെയ്തു, അല്ലെ 10 വർഷം മുമ്പ് അത് ചെയ്തു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നാം ദൈവത്തോടു കൂടെ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ യഥാർത്ഥമായിട്ട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ സംതൃപ്തരാണോ ആത്മീയമായിട്ട്? ഒന്നും കൈവെക്കാനും ഒന്നും ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ചോദിക്കണം, എന്നോടും ഞാൻ ചോദിക്കുകയാണ്. ഞാൻ നേടേണ്ടതെല്ലാം നേടി, ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് സംതൃപ്തനായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോട് ദൈവത്തിന് കൂടുതൽ ഒന്നും വെളിപ്പെടുത്തി തരുവാനില്ല. അങ്ങനെയുള്ളവർ ദൈവത്തെ കൂടുതൽ എക്സ്പീരിയൻസും ചെയ്യത്തില്ല, അനുഭവിക്കത്തില്ല നമ്മൾ. എന്നാൽ ഓരോ ദിവസവും നമ്മൾ ഒരു വാഞ്ച, ഒരു കൂടുതൽ വിശപ്പ്, കൂടുതൽ ആത്മീയമായിട്ട് ദാഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരും. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായിട്ടുള്ള ജീവിതം, അവൻ വീണ്ടും ജനിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞോ? ഇല്ല. വീണ്ടും ജനിച്ച ഒരു വ്യക്തി മുൻപോട്ട് പോയിട്ട് ജലസ്നാനം എടുക്കേണ്ടതുണ്ട്, അല്ലേ? ഓക്കെ, സ്നാനമെടുത്തു, അതോടെ കഴിഞ്ഞോ? ഇല്ല, വീണ്ടുമുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച് അന്യഭാഷയിൽ സംസാരിക്കും നമ്മൾ. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല, വീണ്ടുമുണ്ട് മുൻപോട്ട്. അങ്ങനെ ആയ ഒരു വ്യക്തിക്ക് വീണ്ടും യു ഹാവ് ടു റീച്ച് ദാറ്റ് പെർഫെക്ഷൻ ഇൻ ക്രൈസ്റ്റ്, അല്ലേ? കൂടുതൽ യേശു ക്രിസ്തുവിൽ നാം പെർഫെക്റ്റായി തീരണം. ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വളരണം. സോ അതൊരു യാത്രയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ്. സോ നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ വീണ്ടും ജനിച്ചതോടെ എല്ലാം കഴിഞ്ഞെന്ന്. സ്നാനമുണ്ട്, ജലസ്നാനമുണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും യു ഹാവ് ടു ഗ്രോ ഇൻ ടു പെർഫെക്ഷൻ ഇൻ ക്രൈസ്റ്റ്. സോ ആരും പറയരുത്, നമ്മൾ ആരും ചിന്തിക്കരുത്, ഞാൻ വീണ്ടും ജനിച്ചതോടെ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് റെഡിയാണ്, ഇനി അങ്ങ് പോയാൽ മതി, ഇനി ഒന്നുമില്ല എനിക്ക് വളരാൻ, ഒന്നുമില്ല കൂടുതൽ പ്രാപിക്കുവാനായിട്ട്. എവ്രി ഡേ വി ഷുഡ് ബി ഹങ്കറിങ് ഫോർ മോർ. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് ആഗ്രഹിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട്. ദൈവമേ, ഇന്നലത്തേനേക്കാളും കൂടുതൽ അങ്ങയോടുകൂടെ വളരുവാൻ, അങ്ങേ അറിയുവാൻ, അങ്ങേ അനുഭവിക്കുവാൻ എൻ്റെ ഉള്ളിൽ കർത്താവെ ആ ഒരു വാഞ്ച ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ദൈവമേ, നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തല്ലേ? അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ രാജ്യം വരേണമേ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ലെറ്റ് യുവർ കിങ്ഡം കം. അങ്ങയുടെ രാജ്യം വരേണമേ, സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വെളിപ്പെടുന്നത് ആരിൽ കൂടെയാണ്? നിങ്ങളിലും എന്നിലും കൂടെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ. പക്ഷെ രാജ്യം എങ്ങനെയാണ് വരുന്നത്? നമ്മളിൽ കൂടെയാണ്, ദൈവത്തിൻ്റെ സഭയിൽ കൂടെയാണ് രാജ്യം വരുന്നത്. ഈ ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ വെളിപ്പെടുന്നത്. എഫേസ്യർ 3:10 വാക്യം ഇങ്ങനെ പറയുന്നു. എഫേസ്യർ 3:10 വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നുവെന്ന്. ഹല്ലേലൂയ. സഭ മുഖാന്തരം, അതായത് സഭയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഈ ലോകത്തിൽ എങ്ങും വെളിപ്പെടുവാൻ പോകുന്നത്. സഭയെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയിൽ കൂടി ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം ഈ ലോകത്തിൽ എങ്ങും വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ എല്ലായിടത്തും പോയി എന്താണ് പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ.
യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്, അതായത് സഭയ്ക്ക് ഇന്ന് തന്നിരിക്കുന്ന ആ മാൻഡേറ്റ് എന്താ? നിങ്ങൾ എല്ലായിടത്തും പോയി സ്വർഗരാജ്യം പ്രസ്താവിച്ച് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ശിഷ്യരാക്കുവാനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്? തൻ്റെ സഭയിൽ കൂടിയാണ്. യേശു വരുന്നത്, ജീസസ് ഈസ് കമ്മിങ് ഫോർ എ പെർഫെക്റ്റ് ചർച്ച്, എ ചർച്ച് ദാറ്റ് ഈസ് ഫുൾഫില്ലിങ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അതുകൊണ്ടാണ് എഫേസ്യർ 5:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് യേശു വരുന്നതിന് മുൻപ്, അതിൻ്റെ അർത്ഥം എന്താണ്? യേശു വരുന്നതിന് മുൻപ് സഭയിൽ കറയും ചുളുക്കവും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ബിഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, ദ ചർച്ച് ഹാസ് ടു റീച്ച് എ പ്ലേസ് ഓഫ് പെർഫെക്ഷൻ. അതിനായിട്ടാണ് യേശു തന്നെ സമർപ്പിച്ചത്. അപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ഓരോ ദിവസവും ദൈവസഭയിലേക്ക് വരുമ്പോൾ ഞാൻ എന്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? എന്നിലൊരു കറയും ഒരു ചുളുക്കവും ഇല്ലാതെ, ഒരു തെറ്റും ഒരു തിന്മയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വളരുന്നുണ്ടോ? അങ്ങനെ ഒരു സഭയ്ക്കായിട്ടാണ് യേശു വരുന്നത്. അതായത് സഭയെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകണം. ദൈവമേ, എന്നിൽ ഒരു തെറ്റും കാണരുതേ, തിന്മയായിട്ടുള്ളതൊന്നും എനിക്ക് എൻ്റെ ഉള്ളിൽ സ്ഥാനമുണ്ടാകരുതേ. അല്ലാതെ ഞാൻ വിശ്വാസിയായി, ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കുന്നവരായിട്ടല്ല. ജീസസ് ഈസ് കമ്മിങ് ഫോർ എ ചർച്ച് വിത്തൗട്ട് സ്പോട്ട് ആൻഡ് റിങ്കിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കളങ്കവും ഇല്ലാത്തൊരു സഭയ്ക്കായിട്ട്, അതായത് നമ്മൾ ഓരോരുത്തരിലും ഒരു കളങ്കവും ഉണ്ടാകരുത്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ കളങ്കമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ കറയുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവം മുൻപാകെ ഇന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കണം. Lord, let me be that spotless church. Let me be that church without wrinkle. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് യേശു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിലായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് തൻ്റെ സഭയിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹബാക്കൂക്ക് 2:14 വാക്യം പറയുന്നു, ഹബാക്കൂക്ക് 2:14, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകുമെന്നാണ് പറയുന്നത്. The earth will be filled with the knowledge of the glory of the Lord as the waters cover the sea. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എല്ലായിടത്തും വെളിപ്പെടുന്നത്? സഭയിൽ കൂടിയാണ്. നമ്മൾ ഓരോരുത്തരിലും കൂടിയാണ് ഈ ലോകമെമ്പാടും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ചാട്ടെ, എന്താണ് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും വിശ്വാസികളായിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കാൻ മാത്രമാണോ? അല്ല. ഓരോ ദിവസവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി കൂടുതൽ കർത്താവിൽ വളരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ദൈവം മുൻപാകെ നേരായിട്ടല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അകന്ന് വരേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പറയുന്നത് മാതാപിതാക്കളോട് മാത്രമല്ല, ഓരോ കുടുംബത്തിനോടുമാണ്. കാരണം നിങ്ങൾ എന്ത് സത്യം മനസ്സിലാക്കുന്നു അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുവാനിടയാകുന്നത്. അല്ലാതെ മാതാപിതാക്കൾ ഒരു രീതിയിൽ, കുഞ്ഞുങ്ങൾ വേറൊരു രീതിയിൽ പോവുകയല്ല. നിങ്ങൾ പള്ളിയിൽ വരുന്നെങ്കിൽ മേക്ക് ഷുവർ ഓൾ യുവർ ചിൽഡ്രൻ ആർ വിത്ത് യു ഇൻ ചർച്ച്. സഭയിൽ വരുന്നുവെങ്കിൽ മക്കളും നിങ്ങളോട് കൂടെ സഭയിൽ വരുന്നു എന്ന് തീർച്ചയാക്കുക. അല്ലാതെ നിങ്ങളിവിടെ വരികയും കുഞ്ഞുങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുകയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും തന്നോടുകൂടെ, യേശുവിനോടുകൂടെ തൻ്റെ രണ്ടാം വരവെങ്കിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ പോവുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഒരവസ്ഥ വരരുത്. ഒരു കുടുംബമായിട്ട് കർത്താവിനോട് കൂടെ പോകണം. ജീസസ് ഈസ് കമ്മിങ് ഫോർ എ ചർച്ച് വിത്തൗട്ട് സ്പോട്ട് ആൻഡ് റിങ്കിൾ. ഹാഗായി 2:9 വാക്യം പറയുന്നത് എന്താണ്? ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദ ലാറ്റർ ഗ്ലോറി ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ ഗ്ലോറി. ഇനി മുൻപോട്ടുള്ള മഹത്വം, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുൻപത്തേതിലും വലുതായിരിക്കുമെന്ന് ദൈവം പറയുന്നു. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ കാലത്ത്
അനുഭവിച്ചതിനേക്കാളും കൂടുതൽ വലിയ രീതിയിൽ ഈ ആലയത്തിൻ്റെ മഹത്വം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവസഭയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും ഒന്ന് ഉണർന്നെഴുന്നേൽക്കേണ്ട ഒരു അവസരമായിരിക്കണം. ഇറ്റ് ഈസ് ടൈം ടു റൈസ് അപ്പ് ആൻഡ് ലീവ് ദറ്റ് ഗ്രേറ്റർ ലൈഫ് ദറ്റ് ഗോഡ് ഹസ് കോൾഡ് us ടു ലീവ്. ഒന്ന് എഴുന്നേറ്റ് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന ആ വലിയ ജീവിതം, ആ തൻ്റെ മഹത്വം നമ്മൾ കൂടുതൽ വെളിപ്പെടുന്ന ആ ജീവിതം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിതൊന്ന് നോക്കാം. എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്? ആ ദൈവം ഉദ്ദേശിക്കുന്ന ആ വലിയ ജീവിതം, ദ നെക്സ്റ്റ് ലെവൽ ലൈഫ്. ഹല്ലേലൂയ. എന്താണ് നെക്സ്റ്റ് ലെവൽ ലൈഫ് എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയിലല്ല, കുറച്ചും കൂടെ ഹയർ, ദറ്റ് ഹയർ കോളിംഗ്, ദറ്റ് ഹയർ ലൈഫ്. എങ്ങനെ ആ ജീവിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ചില കാര്യങ്ങൾ. ഒന്നാമത്, ആദ്യമായിട്ട് there should be a return to God's truth. നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. എന്താണ് ഞാൻ പറയുന്നത്? ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ എല്ലാം തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ സത്യമാണോ അതോ ഈ ലോകത്തിൻ്റെ തത്വങ്ങളാണോ? There are the world's facts and there is God's truth. ഈ ലോകം പറയുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ സത്യവുമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സത്യത്തിലാണ് ജീവിക്കേണ്ടത്. യേശു ക്രിസ്തു തന്നെ സത്യമാണ്. വചനം പറയുന്നത്, യോഹന്നാൻ 1:17 പറയുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്നാണ്. യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട് വന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണ്? കൃപയും സത്യവുമാണ്. ജീസസ് ഈസ് ദ ട്രൂത്ത്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സത്യമാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൻ്റെ സംസാരങ്ങൾ അല്ലെ ചിന്തകളും കൊണ്ട് നിയന്ത്രിക്കുവാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ സത്യം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ. ലോകം പലതും പറയും. ഇറ്റ്സ് എ ഫാക്ട് ദർ ഇസ് റിസെഷൻ. ഇറ്റ് ഈസ് എ ഫാക്ട് that money, the exchange, the currency rates have changed. അതൊക്കെ ലോകത്തിൻ്റെ ഫാക്ട്സ് ആണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട്. ആ സത്യം അനുസരിച്ചാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ മുൻപോട്ട് നാം പോകേണ്ടത്. സോ നമ്മളുടെ ജീവിതത്തിൽ ആദ്യമേ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ ആ സത്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സത്യത്തിലേക്ക് തിരിച്ചു വരിക. യാക്കോബ് 1:18 ജെയിംസ് 1:18 വചനം ഇങ്ങനെ പറയുന്നു, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം എങ്ങനെയാണ് ജനിച്ചത്? വീണ്ടും ജനിച്ചത് സത്യത്തിൻ്റെ വചനത്താൽ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ജനിച്ചത് സത്യത്തിൻ്റെ വചനത്താലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സത്യത്തിൻ്റെ വചനത്താൽ തന്നെ അല്ലേ? ഹല്ലേലൂയ. ഒരു മീന് വെള്ളത്തിൽ ജനിച്ച ഒരു എന്താ പറയുന്നത് ആനിമൽ ആണെങ്കിൽ അതിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ അത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മൾ സത്യത്തിൽ ജനിച്ചവരാണെങ്കിൽ സത്യത്തിൽ നമ്മളെ പുറത്തെടുത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ടുള്ള ദൈവിക ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സത്യത്തിൽ ജനിച്ചവർ ദൈവത്തിൻ്റെ സത്യത്തിൽ നിലനിന്നേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ഇൻ ഗോഡ്സ് ട്രൂത്ത് ദാറ്റ് യു ഹാവ് ലൈഫ്. ടേക്ക് യുവർ സെൽഫ് ഔട്ട് ഓഫ് ഗോഡ്സ് ട്രൂത്ത് ആൻഡ് യു ആർ ഡെഡ്. ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്തെടുത്തുവെങ്കിൽ ദൈവ പൈതലെ വിശ്വാസിയെ നീ ജീവനില്ലാത്തവനായി. മനസ്സിലാകുന്നുണ്ടോ? സത്യത്താൽ ജനിച്ചവരാണ്, ദൈവത്തിൻ്റെ സത്യത്താൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വചനത്താൽ ജനിച്ചവർ സത്യത്തിൽ തന്നെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യർ 1:13 പറയുന്നു, രക്ഷയെപ്പറ്റിയുള്ള സുവിശേഷം എന്ന സത്യവചനം കേട്ട് നമ്മൾ യേശുവിൽ ചേർക്കപ്പെട്ടു എന്നാണ്. സുവിശേഷം എന്ന സത്യവചനം നാം കേട്ടു, അങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുന്നത്. 2 തീമോത്തിയോസ് 2:5 പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ പഠിച്ച് അതിനെപ്പറ്റി നാം പ്രസംഗിക്കുമ്പോൾ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിലനിൽക്കുവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് തിരിച്ചു വരണം. ദൈവവചനത്തിൻ്റെ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ സത്യം എന്ന് പറയുമ്പോൾ ഇതാണ്, ദൈവവചനമാണ് സത്യം. ആ യോഹന്നാൻ 8:32 എന്താണ് പറയുന്നത്? നിങ്ങൾ സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ സത്യം, അതായത് ദൈവവചനം വായിച്ച് ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് ദൈവമക്കൾക്ക് പലർക്കും ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ദൈവമക്കൾ പലരും പല കെട്ടുകളിൽ പെട്ടിരിക്കുകയാണ്, പല ബന്ധനങ്ങളിൽ. ഈ ബന്ധനങ്ങൾ അഴിയുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ സത്യം അറിയുമ്പോഴാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അപ്പോൾ ചോദ്യം എന്താണ്? ദൈവത്തിൻ്റെ സത്യം അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വചനം എത്ര വായിക്കുന്നുണ്ട് ദൈവമക്കൾ? വചനത്തിൽ എത്ര നിലനിൽക്കുന്നുണ്ട് ദൈവമക്കൾ? ആദ്യത്തെ എന്താണ് പോയിന്റ് പറഞ്ഞത്? റിട്ടേൺ ടു ഗോഡ്സ് ട്രൂത്ത് ഇൻ യുവർ ലൈഫ്. ഇനി മുതൽ ഇന്ന് തീരുമാനമെടുക്കണം, ദൈവമേ, ഞാൻ ഈ നാളുകളിലൊക്കെ പല കാര്യങ്ങളിലും അങ്ങയുടെ സത്യം മാറ്റി വെച്ചേച്ച് ഈ ലോകത്തിൻ്റെ രീതികൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ പ്രവർത്തികൾ അത് ഞാൻ ചെയ്തു പോന്നു. എന്നാൽ ഇന്ന് ദൈവമേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് മുതൽ അങ്ങയുടെ സത്യത്തിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ തത്വങ്ങളും രീതികളും അല്ല, ദൈവത്തിൻ്റെ സത്യം മാത്രമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ സത്യത്തിൽ ജനിച്ചവനാണ്, ദൈവത്തിൻ്റെ സത്യത്തിൽ നിലനിൽക്കുന്നവനാണ്. രണ്ടാമതായിട്ട്, ദൈവസഭയിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതി, അതായത് അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രികൾ ഉയരണം. അതായത് ദൈവത്തിൻ്റെ സഭയിൽ വ്യക്തികൾ ഉയരണം, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ദൈവത്തെ സേവിക്കുന്നവർ. എഫേസ്യർ 4:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. God has called some to be apostles, some to be prophets, some to be evangelists, some to be pastors, some to be teachers. അപ്പോൾ എല്ലാവരെയും പാസ്റ്റേഴ്സായിട്ടാണോ വിളിച്ചേക്കുന്നത്? പറഞ്ഞാട്ടെ, ഈ സഭയിൽ എത്ര പാസ്റ്റർമാരുണ്ട്? എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? ഒരേ സഭയിൽ there should be apostles, there should be evangelists, there should be prophets, there should be pastors, there should be teachers. ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് ഉയരണം ദൈവവചനം പ്രസ്താവിക്കുന്നവർ, ദൈവവചനത്തിനനുസരിച്ച് സഭയെ പണിയുന്നവർ. It is time for apostles to rise up in this church. It is time for evangelists to rise up, prophets to rise up, pastors to rise up, teachers to rise up. Hallelujah. അങ്ങനെയുള്ള മിനിസ്ട്രീസ് ഉയരണം ദൈവസഭയിൽ. ഇവിടെ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടന്മാരായും ആരെയും നിയമിച്ചിരിക്കുന്നു. അതെന്തിനാണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. എന്തിനാണ് ഈ മിനിസ്ട്രീസ് ദൈവം വെച്ചിരിക്കുന്ന സഭയിൽ? നമ്മൾ ആത്മീയമായിട്ട് വളരുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ വളർന്നു വരുവാനായിട്ടാണ്. അതുകൊണ്ട് ഒരു സഭയിൽ ഈ മിനിസ്ട്രീസ് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ വരും നാളുകളിൽ ഈ സഭയിൽ ഈ മിനിസ്ട്രീസ് ഉയരണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പ്രാർത്ഥനയോടെ നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം ഉയർത്തും. ദൈവം വേറൊരു സഹോദരനെ ഒരു മിനിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ അവനെ തള്ളിയിട്ടേച്ച് അവിടെ കയറാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ദൈവം നിനക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അതിന് താല്പര്യത്തോടെ മുൻപോട്ട് വരിക, ദൈവം നിന്നെ ഉപയോഗിക്കും. ദർ ഇസ് നോ കോമ്പറ്റീഷൻ, ദർ ഇസ് ഓൺലി കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലയിടത്തും ദൈവത്തിൻ്റെ പ്രവർത്തികൾ എന്തുകൊണ്ടാണ് സഭയിൽ നടക്കാത്തതെന്നറിയാമോ? സഭയിൽ കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. വേറൊരാളെ ദൈവം ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതുപോലെ അതേ സ്ഥലത്ത് ദൈവം എന്നെ ഉപയോഗിക്കണം. ദൈവം അങ്ങനെയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പാസ്റ്ററായിരുന്നേനെയല്ലോ. അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, ടീച്ചേഴ്സ് ഇവരൊന്നും വേണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? സഭയിൽ ഇവരെല്ലാവരും ഉയരണം. എന്തിനാണ്? അവരിൽ കൂടിയാണ് സഭ വളരാൻ പോകുന്നത്. ദർ ഇസ് നോ വൺ മാൻ ഷോ. ദർ ഇസ് നോ വൺ മാൻ ഷോ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അറ്റാച്ച്ഡ് ടു ദ ചർച്ച് എവറി മിനിസ്ട്രി ഷുഡ് ബി ഫുൾഫിൽഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈ സഭയിൽ വരുന്ന നാളുകളിൽ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ സഭകളിൽ വരുന്ന നാളുകളിൽ അപ്പോസ്തലന്മാർ ഉയരണം, പ്രവാചകന്മാർ ഉയരണം, ദൈവദാസന്മാർ സുവിശേഷം അനേക സ്ഥലങ്ങളിൽ പോയി പ്രസ്താവിക്കുന്നവർ ഉയരണം. നമ്മളുടെ ചർച്ച് ഇൻക്ലൂഡഡ് ആയിട്ട് അങ്ങനെ ആയിരിക്കണം മുൻപോട്ട് നമ്മൾ നീങ്ങുന്നത്. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ സഭ വളരും. ഹല്ലേലൂയ. ക്രിസ്തു വരുന്നത് അങ്ങനെയൊരു സഭയ്ക്കായിട്ടാണ്. മൂന്നാമതായിട്ട്, ആദ്യമേ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് നാം തിരിച്ചു വരണം. രണ്ടാമതായിട്ട്, സഭയിൽ ദൈവവചനം അതിൻ്റെ യഥാർത്ഥമായ സത്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ഉയരണം, മിനിസ്ട്രീസ് ഉയരണം. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ ജനം ആത്മീയമായിട്ട് ഉണരണം. ദൈവത്തിൻ്റെ വചനവും ഈ മിനിസ്ട്രീസും എല്ലാം എന്തിനാ? ദൈവത്തിൻ്റെ ജനത്തിനായിട്ടാണ്. ഹല്ലേലൂയ. റോമർ 13:11 എന്താണ് പറയുന്നത്? ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. എന്താണ്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയമായിരിക്കുന്നു. റോമർ 13:11. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നാം കർത്താവിനെ വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഇപ്പം ചിലരൊക്കെ ഒന്ന് അനങ്ങി എഴുന്നേറ്റെന്ന് തോന്നുന്നു. ആത്മീയമായിട്ടാണ് കേട്ടോ, അല്ലാതെ ഉറങ്ങിയെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. എഫേസ്യർ 5:14 എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഉറങ്ങുന്നവനെ, വചനം പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഉറങ്ങുന്നവനോടാ കേട്ടോ, ആത്മീയമായിട്ടാകട്ടോ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ദൈവമക്കൾ ആത്മീയമായിട്ട് ഉണരുവാൻ സമയമായി. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഇനി മുതൽ പഴയതുപോലെ ഇരിക്കാതെ, ഉറക്കത്തിലിരിക്കാതെ ആത്മീയമായിട്ട് ഉണരുക. കർത്താവേ, ഇന്ന് വരെ ഞാൻ ഉറക്കമായിരുന്നു, ഇന്ന് ഞാൻ ഉണരുകയാണ്, അങ്ങ് എൻ്റെ മേൽ പ്രകാശിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. ഈ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഹോൾനെസ്? എപ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായിട്ട് തോന്നുന്നത്? എൻ്റെ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിലും ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം, ഒരു നിറവിൻ്റെ അനുഭവം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ടൊരു പൂർണ്ണത അനുഭവിക്കുന്നത്, അല്ലേ? അല്ലാതെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നഷ്ടത്തിൻ്റെ ഒരു അനുഭവമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിലനിൽക്കണമെന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാക്കുമ്പോൾ, അടിസ്ഥാനമാക്കുമ്പോൾ, അതിൽ നിന്ന് നമ്മൾ പൂർണ്ണതയുടെ ഒരവസ്ഥയിലേക്ക് വരും. ഓരോ വ്യക്തിയും ആത്മീയമായിട്ട് ഉണർന്ന് കർത്താവിലേക്ക് കൂടുതൽ കൂടുതൽ വളരുമ്പോൾ നമ്മളെ ദൈവം ആ പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യമേ നമുക്ക് ഉള്ളിലൊരു പൂർണ്ണത ലഭിക്കും, മാനസികമായിട്ട്, ആത്മീയമായിട്ട് നമുക്കൊരു പൂർണ്ണത ലഭിക്കും. അതുപോലെ രണ്ടാമതായിട്ട് ദൈവവുമായിട്ട് നമ്മുടെ ഒരു ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ള സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ഒരു പൂർണ്ണത ലഭിക്കും. ക്രിസ്തു ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കും. ആദ്യമേ ദൈവത്തോടുള്ള ബന്ധം, അതതിൻ്റെ പൂർണ്ണതയിലെത്തുക. എന്നിട്ട് ആ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, അതായത് എന്നിൽ കൂടി അവർക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്പർശനം മാത്രമായിരിക്കും. അല്ലാതെ അവരെ കുത്തി നോയിക്കുകയല്ല, ഒരു വെറും വാക്ക് പറയുകയല്ല, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയല്ല. ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധം പൂർണ്ണമാകുമ്പോൾ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് എൻ്റെ സഹോദരനോട് സഹോദരിയോടും ഞാൻ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ യഥാർത്ഥമായിട്ടുള്ള ആരാധന തിരിച്ചു കൊണ്ടുവരേണ്ട സമയമാണ്. ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥമായിട്ടുള്ള സഭയാകണമെങ്കിൽ യു ഹാവ് ടു ബ്രിങ് ബാക്ക് ട്രൂ വർഷിപ്പ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുക, യഥാർത്ഥമായിട്ടുള്ള ദൈവ ആരാധനയുണ്ടോ? നല്ലതായിട്ട് പാടുമായിരിക്കാം, ദാറ്റ് ഈസ് നോട്ട് വർഷിപ്പ്. യു മൈറ്റ് ബി എ ഗ്രേറ്റ് സിംഗർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ വർഷിപ്പ്.
വലിയ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കും ഒക്കെ പ്ലേ ചെയ്യുമായിരിക്കാം, പക്ഷെ അതല്ല യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ദൈവിക ആരാധന. യഥാർത്ഥമായിട്ടുള്ള ആരാധന ആദ്യമേ നമ്മൾ എന്താണ് കേട്ടത്? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ടൈം ടു ബ്രിങ് ബാക്ക് ട്രൂ വർഷിപ്പ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ദൈവമക്കൾ, നാം കേട്ടു യോഹന്നാൻ 4:23-24 വാക്യങ്ങൾ. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ശലോമോൻ രാജാവ്, ദാവീദിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ശലോമോൻ വളരെ യങ്ങായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവൻ രാജാവായി, അവനെ രാജാവാക്കി. അത് കഴിയുമ്പോൾ ശലോമോൻ ദൈവത്തിനൊരാലയം പണിതു. അവൻ ആൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ ദൈവത്തിനൊരാലയം പണിതു. ദൈവത്തിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും നല്ലതായിരിക്കണം ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയും ചെയ്യുകയല്ല ദൈവത്തിന് വേണ്ടി, എന്നിട്ട് ഞാൻ ചെയ്തെന്ന് പറയുകയല്ല. ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യുക. ശലോമോൻ കർത്താവിനൊരാലയം പണിതു. അവൻ വളരെ ചിന്തിച്ചു നോക്കിയാൽ ദാവീദ് എന്ന് പറയുന്ന അവൻ്റെ മുൻപേ ഉള്ള രാജാവ്, വലിയ എല്ലാവരും അറിയുന്ന ഒരു രാജാവ്, മഹാനായ രാജാവ്. അത് കഴിഞ്ഞപ്പോൾ ആ പുത്രൻ എന്ന നിലയ്ക്ക് അവന് തന്നെപ്പറ്റി തന്നെ വളരെ കുറഞ്ഞവനായിട്ട് തോന്നി. എങ്കിലും ദൈവം കൽപ്പിച്ചതനുസരിച്ച് അവൻ്റെ ദൈവത്തിനൊരു ആലയം പണിതു. എന്നിട്ട് ആലയം പണിത് കഴിഞ്ഞേച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം 2 ദിനവൃത്താന്തങ്ങൾ 6:40-42 വരെയുള്ള വാക്യങ്ങൾ. 2 Chronicles 6:40-42. ശലോമോൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഇപ്പോഴും എൻ്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിൻ്റെ കണ്ണ് തുറന്നും നിൻ്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിൻ്റെ ബലത്തിൻ്റെ പെട്ടകവും എഴുന്നേറ്റ് നിൻ്റെ വിശ്രമത്തിലേക്ക് വരേണമേ. യഹോവയായ ദൈവമേ, നിൻ്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിൻ്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ, നിൻ്റെ അഭിഷിക്തൻ്റെ മുഖം ത്യജിച്ച് കളയരുതേ. നിൻ്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണമേ. ശലോമോൻ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? അടുത്ത അധ്യായം നോക്കിക്കുക. 2 ദിനവൃത്താന്തങ്ങൾ 7:1-3 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ആരാധന ഉയരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരും. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ യു ഹാവ് ടു റിട്ടേൺ ടു ട്രൂ വർഷിപ്പ് ഓഫ് ഗോഡ്. ഏതെങ്കിലും പാട്ട് പുസ്തകം എടുത്ത് ഏതെങ്കിലും 2 പാട്ട് പാടി പകുതി ഉറക്കത്തിൽ ട്യൂണും വേറെ വഴിക്ക് പോയി പാടി അങ്ങനെയൊന്നും പാടിയിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഓരോ പ്രാവശ്യവും പ്രൈസ് ആൻഡ് വർഷിപ്പ് ഷുഡ് ബി ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ദൈവമക്കൾ ദൈവത്തെ ആലയത്തിലായിരിക്കും, അതിനേക്കാളും മുൻപേ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. വലിയ അത്ഭുതങ്ങൾ നടക്കും. അതിന് ഇടയായിത്തീരുകയും ചെയ്യും. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ധ്യാനിക്കുന്നത് എന്താണ്? എങ്ങനെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടാമെന്നുള്ളത്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ നോക്കുമ്പോൾ, നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് തീർത്ത് പറയാൻ പറ്റുമോ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിയിലേ നാം പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ലെ ജീവിച്ചിട്ടുള്ളൂ എന്ന്? ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യത്തിൽ ദൈവം അബ്രാമിനോട് പറഞ്ഞു. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. എന്താണ് ദൈവം അബ്രാമിനോട് പറഞ്ഞത്? നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്ലി. ഹല്ലേലൂയ. എങ്ങനെ നടക്കാനാണെന്ന് പറഞ്ഞത്? ഓരോ ദിവസവും നാം ദൈവം മുൻപാകെ നടക്കുമ്പോൾ നിഷ്കളങ്കനായിട്ട് നടക്കുക. എൻ്റെ ചിന്തകളിൽ, എൻ്റെ സംസാരങ്ങളിൽ, എൻ്റെ പ്രവർത്തികളിൽ ദൈവത്തിന് ഒന്നും തെറ്റ് കാണുവാൻ ഇടയാകരുത്. അങ്ങനെ നടക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നിഷ്കളങ്കനായിട്ട് നടക്കുന്നത്.
നമ്മുടെ കാലുകൾക്ക് മുൻപോട്ട് പോകുവാൻ ഒരു ദിശ ആവശ്യമാണ്, അല്ലേ? അവർ ഫീറ്റ് നീഡ് ഡിറക്ഷൻ, ഇല്ലയോ? നമ്മളുടെ കാലുകൾ മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് ദിശ ആവശ്യമാണ്. അതായത് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. അവർ വാക്ക് നീഡ്സ് സ്റ്റെബിലിറ്റി. നമ്മുടെ കാലുകൾക്ക് ദിശ ആവശ്യമാണ്, നമ്മുടെ നടത്തത്തിന് സ്ഥിരത ആവശ്യമാണ്, അല്ലേ? ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ കാലുകൾക്ക് ദിശ ആവശ്യമാണ്, നമ്മുടെ നടത്തത്തിന് സ്ഥിരത ആവശ്യമാണ്. ദിശ അറിയത്തില്ലെങ്കിൽ കാലെങ്ങോട്ട് പോകും? സ്ഥിരതയില്ലെങ്കിൽ ആ നടപ്പ് എങ്ങനത്തുള്ള നടപ്പാണ്? ഇത് രണ്ടും തരുന്നത് ദൈവമാണ്. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിട്ട് നടക്കുക. എന്നിട്ട് നാം മനസ്സിലാകുന്നു, നമ്മുടെ കാലുകൾക്ക് ദിശ ആവശ്യമാണ്, നമ്മുടെ നടത്തത്തിന് സ്ഥിരത ആവശ്യമാണ്. സങ്കീർത്തനം 18:32 പറയുന്നത്, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നവൻ ആരാണ്? ദൈവം തന്നെയാണ്. It is God who arms me with strength and makes my way perfect. ഹല്ലേലൂയ. ആരാണ് എൻ്റെ നടത്തിപ്പിനെ പെർഫെക്റ്റ് ആക്കുന്നത്? ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമുക്കൊരു ആശ്രയം വേണം. ദൈവമേ, എൻ്റെ വഴികൾ നേരെയാകുവാനായിട്ട് അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ടാണ് പറയുന്നത്, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വഴികളെ കുറവില്ലാത്ത വഴികളാക്കി തീർക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിലൊരു ആശ്രയം വേണം. ദൈവമേ, ഓരോ ദിവസവും അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇവിടെ കുറച്ച് കള്ളത്തരം, അവിടെ കുറച്ച് കള്ളത്തരം, വൈറ്റ് ലൈ, ബ്ലാക്ക് ലൈ, ഇതൊന്നുമല്ല. ഒൺലി ഇൻ ഗോഡ്സ് വേ, ദൈവ വഴിയിൽ മാത്രം. ആരും അറിയാതെ, ടിക്കറ്റ് ഇടേണ്ടടുത്ത് ടിക്കറ്റ് ഇടാതെ, ആരും അറിയത്തില്ല, എല്ലാം ദൈവം കാണുന്നുണ്ട്. ഒൺലി ഗോഡ്സ് വേ, ദൈവ വഴിയിൽ മാത്രം, ദൈവത്തിൻ്റെ രീതിയിൽ മാത്രം ദൈവം മുൻപാകെ നടക്കുക. എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിട്ട് നടക്കുവാനാണ് ദൈവം പറയുന്നത്. ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത് അതിനായിട്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നടത്തത്തിന് സ്ഥിരത ലഭിക്കും. ഹല്ലേലൂയ. അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? റോമർ 14:17 Romans 14:17. What is really the kingdom of God? It is righteousness, peace and joy in the Holy Spirit. എന്താണ് ദൈവരാജ്യം? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഓരോ ദിവസവും നമ്മൾ ദൈവം മുൻപാകെ നടക്കുമ്പോൾ ദൈവരാജ്യം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന എപ്പോഴാണ്? നാം ദൈവത്തിൻ്റെ നീതിയിൽ നടക്കണം, ദൈവത്തിൻ്റെ സമാധാനത്തിൽ നടക്കണം, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് സ്വർഗരാജ്യം നമ്മളിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ദൈവം മുൻപാകെ നേരായിട്ടുള്ളത് ചെയ്യുക, മറ്റുള്ളവർ കാണുമ്പോഴും കാണാത്തപ്പോഴും. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിലൊരു ആശ്രയം ഉണ്ടാകണം. എഴുന്നേറ്റ് നിന്നാട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ ആശ്രയിപ്പീൻ, എന്നിലും ആശ്രയിപ്പീൻ. ജീസസ് said, do not let your hearts be troubled, trust in God. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലൊരു സമാധാനമുണ്ട്. എൻ്റെ ചുറ്റും എന്ത് ചുഴലിക്കാറ്റ് കൊടുക്കാറ്റ് വന്നാലും ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് അവൻ്റെ സമാധാനത്തിൽ ഞാൻ നിലനിൽക്കും. There is a peace that God gives. ഈ ലോകത്തിൽ ആർക്കും ആ സമാധാനം തരുവാൻ കഴിയുകയില്ല. യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ ലോകം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയേ ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുപോകും ഈ ലോകം. എന്നാൽ സമാധാന പ്രഭുവായ യേശു തരുന്ന ഒരു സമാധാനം. ജീസസ് said, John 14:26-27, the peace that I give no man can take away. ഹല്ലേലൂയ. ഞാൻ തരുന്ന സമാധാനം നിന്നിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, യഥാർത്ഥമായിട്ട് സ്വർഗരാജ്യത്തെ അനുഭവിച്ച്
അതിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും. That no man can take away. ഞാൻ പറയട്ടെ, it is not determined by how much wealth you have. It is not determined by how much money you have. It is not determined by how much resources you have. It is purely determined by your relationship with God and who you are in Christ. ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം. എൻ്റെ അപ്പ എനിക്കായിട്ടുള്ളത് ചെയ്യും, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എൻ്റെ ആവശ്യ സമയത്ത് അവൻ എനിക്കായിട്ട് പ്രത്യക്ഷനാകും എന്നുള്ളൊരു വിശ്വാസമുള്ള വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലൊരു ദൈവിക സമാധാനമുണ്ട്. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭയപ്പെടരുത്, ദൈവത്തിൽ ആശ്രയം വെക്കുക. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ട്രസ്റ്റ് ഇൻ ഗോഡ് ടുഡേ. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഇറ്റ് ഈസ് ദ ജോയ് ഓഫ് ദ ലോർഡ്. ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ലോകം തരുന്ന സന്തോഷമല്ല. ഈ ലോകത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിൽ സന്തോഷിക്കും. എന്നാൽ ദൈവത്തിൻ്റെ രീതി എന്താണെന്ന് അറിയാമോ? ദൈവമാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. God is my joy. God is my joy. And you know what the Bible says? The joy of the Lord is my strength. കർത്താവിൽ സന്തോഷം എൻ ബലമാകുന്നു. കർത്താവിൻ്റെ സന്തോഷം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടിട്ടുണ്ടോ ചില വ്യക്തികളെ? അവർക്ക് സന്തോഷമില്ല, അവർക്ക് ബലവുമില്ല. ചില വ്യക്തികളെ കണ്ടാൽ അവരുടെ സന്തോഷം പോയിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. What is mental becomes physical. But if you have the joy of the Lord, പ്രയാസങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് എഴുന്നേൽക്കുവാൻ ഒരു ബലം ലഭിക്കും. കർത്താവിൽ സന്തോഷം എൻ ബലം. ഹല്ലേലൂയ. നഷ്ടങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആരുമില്ല എന്ന് തോന്നുമ്പോൾ കർത്താവ് തരുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിന്നെ ബലപ്പെടുത്തും. എൻ്റെ ദൈവം എനിക്കായിട്ടുണ്ട്, അവൻ എനിക്കായിട്ടുള്ളത് പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് നിനക്ക് ഉള്ളപ്പോൾ കർത്താവിൻ്റെ സന്തോഷം നിന്നെ ബലപ്പെടുത്തും. ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഈ നിമിഷം ഒരു തീരുമാനത്തിൻ്റെ നിമിഷമാക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് അങ്ങയുടെ വചനത്തിൽ ഞാൻ കേട്ടുവല്ലോ, ഇന്ന് വരെ ഞാൻ അങ്ങേ അറിഞ്ഞതുപോലെ അല്ല, ഇനിയും അനേക കാര്യങ്ങൾ അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമേ, പലപ്പോഴും ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ തൃപ്തിയുള്ളവനായി പോയി. ലോർഡ്, വേക്ക് മീ അപ്പ് ടുഡേ. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഒരു ഉണർവിനെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ലഭിച്ചതുകൊണ്ട് സംതൃപ്തനായി പോകാതെ അങ്ങയുടെ രാജ്യം, കർത്താവേ, വചനം പറയുന്നല്ലോ, the kingdom of God suffers violence. The kingdom of heaven is forcefully advancing and the people take it by force. കർത്താവേ, മുൻപോട്ട് കൂടുതൽ കൂടുതൽ അങ്ങേ ആഗ്രഹിക്കുവാൻ, കൂടുതൽ കൂടുതൽ ആത്മീയമായിട്ടുള്ളത് പ്രാപിക്കുവാൻ, ആഗ്രഹിക്കുവാൻ, പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന യാദൃച്ഛികമായിട്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ ചാൻസ് ദാറ്റ് യു ആർ ഹിയർ. യു ആർ ഹിയർ ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു യു. നീ ഇന്നിവിടെ വന്നിരിക്കുന്ന യാദൃച്ഛികമായിട്ട് വന്നതല്ല. നീ ഇവിടെ വന്നിരിക്കുന്നത് ഈ ദിവസം 26 ഒക്ടോബർ 2025 ദൈവം നിന്നോട് സംസാരിച്ചിരിക്കുകയാണ്. നീ സത്യമായിട്ട് നിന്റെ ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരികെ ലഭിക്കുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ രീതിയിൽ ദൈവം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ദിവസമാണ്. നിനക്ക് നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? Can you give yourself to the Lord today? Nothing else matters. ഞാൻ പറയട്ടെ, എല്ലാത്തിൻ്റെ അവസാനം വരുമ്പോൾ nothing else will matter. Only thing that matters will be where you are with God. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ ഇന്ന് അങ്ങ് തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുകയാണല്ലോ ദൈവമേ. അങ്ങയുടെ വചനത്തിൽ കൂടി അങ്ങ് അങ്ങയെ തന്നെ കൂടുതൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ചത് പറഞ്ഞതുപോലെ അല്ല കർത്താവേ, ഇതിനേക്കാളും കൂടുതൽ അങ്ങയെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ ഉയർന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഞങ്ങൾ വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു.
എന്നാൽ പലപ്പോഴും കർത്താവേ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ, പ്രലോഭനങ്ങളിൽ ഞങ്ങൾ പെട്ടുപോയി. അങ്ങ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നില്ല കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങളെ തന്നെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ടുഡേ വി ആർ റിട്ടേണിംഗ് ടു യു ലോർഡ്. വി ആർ കമ്മിങ് ബാക്ക് ടു യു ഫാദർ. ഞങ്ങൾ അങ്ങിലേക്ക് തിരികെ വരുന്നു ദൈവമേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടി ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളാൽ കഴിയാത്തത് അങ്ങ് ഞങ്ങളിൽ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളും കർത്താവെ, അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ദൈവമേ, ഇന്ന് മുതൽ കർത്താവെ ഒരു പുതിയ രീതിയിൽ, ഒരു ഉയർന്ന രീതിയിൽ കർത്താവെ, ദ നെക്സ്റ്റ് ലെവൽ ലോർഡ്, ഒരു ഉയർന്ന തലത്തിലേക്ക് കർത്താവെ വരുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ, അവരുടെ ജീവിതത്തിൽ പല അവസ്ഥകളിലാണല്ലോ ദൈവമേ. ഇൻ ദ റിലേഷൻഷിപ്സ്, അവരുടെ ബന്ധങ്ങളിൽ കർത്താവെ, അവരുടെ ജോലികളിൽ ദൈവമേ, ആത്മീയ തലത്തിൽ കർത്താവെ, പല സ്ഥലങ്ങളിലാണല്ലോ. അവിടെയൊക്കെയും അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം. വൺ സ്റ്റെപ്പ് ടു ദ ലോർഡ് ഈസ് ഓൾ ദാറ്റ് ഈസ് നീഡഡ്. ദൈവത്തിലേക്ക് ഒരു പടി നീ എടുക്കുക ദൈവമൈതലേ, അത് മാത്രമേ ആവശ്യമുള്ളൂ കർത്താവേ. അതിനായിട്ട് സഹായിക്കണമേ. മുൻപോട്ട് ഒരു പടി കർത്താവേ, ഒരു സ്റ്റെപ്പ്, ഒരു ചുവടെടുക്കുവാൻ കർത്താവേ, ആ ദൈവ പൈതലിനെ സഹായിക്കണമേ. ആ മകനെ, മകളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് അങ്ങിലേക്ക് ഒരു പടി കർത്താവേ, ഒരു ചുവട് മുൻപോട്ടെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And when they do that, Lord, അത് അവർ ചെയ്യുമ്പോൾ അങ്ങയുടെ കരം അവരെ പിടിക്കുന്നതിനായിട്ട് സ്തോത്രം, അവരെ ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ ആയിരുന്ന സ്ഥലത്തല്ല കർത്താവേ, അങ്ങിലേക്ക് കൂടുതൽ അടുത്ത്, അങ്ങിലേക്ക് കൂടുതൽ ഉയർന്ന് അവർ ജീവിക്കുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അതങ്ങ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവരാജ്യം വെളിപ്പെടുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. താങ്ക് യു ദാറ്റ് യു വിൽ ഡു ഇറ്റ് ഓൾ ഫാദർ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇപ്പോൾ നമുക്കിരിക്കാം.